ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. പക്ഷേ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫും കൂടിയാണ്. ചേച്ചിയും അളിയനും കുഞ്ഞും നാട്ടിൽ വന്നിട്ട് ഒരു മാസത്തിന് ശേഷം തിരിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എയർപോർട്ടിൽ വിടാൻ പോകുന്നത് വെച്ചിട്ടാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെളുപ്പിന് 7 മണിക്ക് നമുക്ക് എയർപോർട്ടിൽ എത്തണമായിരുന്നു. അപ്പോഴത്തേക്ക് അവരും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എയർപോർട്ടിനുള്ളിൽ തന്നെയുള്ള ശരവണ ഭവനിൽ വെച്ച് അവരെ മീറ്റ് ചെയ്തു. എന്നിട്ട് ഒരുമിച്ച് എയർപോർട്ടിനുള്ളിലേക്ക് കയറി. നീ എന്നെ എടുക്കാഞ്ഞേ ഇവിടുന്ന് അത്ര ഉള്ളത്. നമ്മളവരെ യാത്രയാക്കിയിട്ട് തിരിച്ച് വരുന്ന വഴി ഒരു ഹോട്ടലിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് കുഞ്ചുവിനെ സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ അന്ന്. സോ അവളെ പോരുന്ന വഴി ഇറക്കി വൈറ്റ് ഡ്രസ്സൊക്കെ കാറിലിരുന്ന് ഇടിയിച്ച് സ്കൂളിൽ ഇറക്കി വിട്ടു. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്നിട്ട് ഞാനും അമ്മയും കൂടെ തിരിച്ച് വീട്ടിൽ വന്നു. സതീഷേട്ടൻ അവിടെ നിന്ന് ജോലിക്ക് പോയി. വീട്ടിൽ വന്നു കഴിഞ്ഞ് എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. അലമാരി എല്ലാം കണ്ടോ, ആകെ അലമ്പായിട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ ഓർത്തു അത് ക്ലീൻ ചെയ്യാം, അത് അടുക്കി പെറുക്കാമെന്ന്. അപ്പം കുറച്ച് ദിവസമായി വിചാരിക്കണു. അപ്പം ഇതെൻ്റെ അലമാരിയാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് ഡ്രസ്സെല്ലാം എടുത്ത് താഴെ വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് മടക്കി സെറ്റാക്കുകയാണ്. ഇത് മാത്രമല്ല, സതീഷേൻ്റെ എന്നെയും കൂടെ മിക്സഡ് വെച്ചിട്ടുള്ളൊരു ഷെൽഫും കൂടെ ഉണ്ട്. അതും കൂടെ ഇന്ന് അടുക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം സതീഷേൻ്റെ മാത്രം ഒരു അലമാരി ഉണ്ട്, അതും അടുക്കി. എനിക്കിത് തന്നെയാണ് സ്ഥിരം പരിപാടി. അപ്പം ഞാൻ അതെല്ലാം ചെയ്യാണ്. അടുക്കി കഴിഞ്ഞ് ഫൈനൽ റിസൾട്ട് കാണിക്കാം കേട്ടോ. ഗായ്സ്, ഞാൻ കുഞ്ചുവിനെ വിളിക്കാനായിട്ട് സ്കൂളിലേക്ക് പോവാണ്. സമയം ഇപ്പോൾ 1 മണിയായി. 1:15 വരെയാണ് അവളുടെ ക്ലാസ്. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് അവിടെ നിൽപ്പുണ്ട്. കരഞ്ഞോ ഇല്ലയോ എന്നൊക്കെ നമുക്കിപ്പോൾ അവളെ മീറ്റ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. സോ സ്കൂളിലേക്ക് പോകാനായിട്ട് ഞാനൊരു ഓട്ടോ, സ്ഥിരം വിളിക്കാറുള്ളൊരു ഓട്ടോ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. ആ ചേട്ടൻ വരുന്നതേ ഉള്ളൂ. വരുമ്പോൾ നമുക്ക് നേരെ കയറി പോവാം. അപ്പോൾ അത് അവളെയും വിളിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അവൾക്ക് സ്കൂളിൽ നിന്ന് ID കാർഡ് കിട്ടി. അപ്പം ഫോട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തത്. അതാ കുറച്ച് ലേറ്റായി. കുഞ്ചുവിന് മുട്ടായി തന്നോ? ഏത് മുട്ടായിയാ തന്നേ? കോപ്പിക്കോയോ? പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചോ? സ്വാതന്ത്ര്യ ദിനം കഴിച്ചോ സ്നാക്സ്? നോക്കട്ടെ. എടി കള്ളിപ്പെണ്ണെ, കഴിച്ചല്ലോ കുറച്ച്. എവിടെ? എന്ത് മിഠായി? അമ്മ നോക്കാം, ഇങ്ങോട്ടോ. ഗൈഡിയാണോ കോപ്പിക്കോയി തന്നേ? കോപ്പിക്കോയി. പിന്നെ കരഞ്ഞോ സ്കൂളിൽ പോയിട്ട്? കരഞ്ഞില്ല? ഗുഡ് ഗേൾ ആയിരുന്നോ? ഗുഡ്. ചവച്ച് കഴിക്കണേ. ഗുഡ് ഗേൾ ആയിരുന്നോ ഇന്ന്? ID കാർഡ് കാണിച്ചേ കുഞ്ചു. എല്ലാരെയും ID കാർഡ് കാണിക്കൂ. ഹായ്. ഓക്കെ. വന്നു കഴിഞ്ഞ് കുഞ്ചുവിനെ മേലൊക്കെ കഴിച്ച് ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഞാനും ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് കുറച്ച് നേരം ഞാനും അമ്മയും കുഞ്ചും കൂടെ ഇരുന്ന്, അമ്മ പെൻഡ്രൈവിൽ ദേവിച്ചിയുടെ കല്യാണത്തിൻ്റെ CD കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം ഇരുന്ന് കണ്ടു കേട്ടോ. അപ്പോൾ കുറേ നൊസ്റ്റാൾജിയൊക്കെ അടിച്ചു. കുറേ പേരെ കാണാൻ പറ്റി, പഴയ കോലങ്ങളൊക്കെ. അങ്ങനെ കുറച്ച് നേരം അതിരുന്ന് കണ്ടു. അതിനുശേഷം കുഞ്ചുവും ഞാനും കൂടെ കയറി കടന്നു കുഞ്ചുവിനെ പിടിച്ചിടത്തി ഉറക്കാനായിട്ട്. അവളെ ഉറക്കിയതിന് ശേഷം എനിക്ക് ഡെയിലി ചെയ്യുന്ന കുറച്ചധികം ക്ലീനിങ് പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണ്.
എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫൈറ്റർ ഫിഷ് ഉണ്ടല്ലോ നമ്മുടെ, അപ്പോൾ അതിൻ്റെ വെള്ളം മാറ്റാറായി. അപ്പം ഞാൻ ഇത് അലക്കല് പുതിയ മോഡലിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന മോഡലിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ഈ മീനിലെ എളുപ്പത്തിന് അതിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ആക്ച്വലി മറ്റേ ടാങ്കും ക്ലീൻ ചെയ്യാനായി, പക്ഷേ നമുക്ക് ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്തില്ല. പിന്നെ ഒരു ദിവസം ആവട്ടെന്ന് വിചാരിച്ചു. നാളെ മറ്റന്നാൾ ഉടനെ തന്നെ ചെയ്യും. അപ്പോൾ അതാ ഞാൻ കൈ കൊണ്ട് ഫൈറ്ററിനെ എടുത്ത് അതിനകത്തേക്ക് ഇട്ടു. ഓൾ ക്ലീൻഡ്. അപ്പോൾ എല്ലാം സെറ്റായിട്ട് ഫൈറ്ററിനെ ഞാൻ നല്ല ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ക്ലീനാക്കാറായി എന്ന്. ഓക്കെ, എന്തായാലും അതിനുശേഷം ഞാൻ ബാക്കി തൂത്തുവാരൽ തുടയ്ക്കൽ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ തുടയ്ക്കലൊക്കെ ഡെയിലി തുടയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ, കാരണം കുഞ്ചുള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റി പിടിപ്പിച്ചൊക്കെ വെക്കും. അപ്പോൾ തൂത്താൽ മാത്രം പോവില്ല, അതുകൊണ്ട് ഞാൻ തൂത്തിട്ട് ഡെയിലി തുടയ്ക്കുന്നുമുണ്ട്. അങ്ങനെ ഞാൻ കുഞ്ചു ഉറങ്ങുന്ന സമയത്തിന് എൻ്റെ പണിയെല്ലാം തീർക്കാമല്ലോ എന്നുള്ളതുകൊണ്ട് ഡെയിലി അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ നോക്കിയപ്പോഴത്തേക്ക് കുഞ്ചു സ്വപ്നം കണ്ടതാ എണീറ്റു. അവൾക്ക് സ്ഥിരം കാണുന്നൊരു പ്രോഗ്രാമുണ്ട് ടി വിയിൽ, ലൈറ്റ് നാസ്റ്റിയ എന്ന് പറഞ്ഞിട്ട്, അവളുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഊണിലുറക്കത്തിലൊക്കെ അവൾക്ക് അതിൻ്റെ ചിന്തയാണ്. അപ്പം നമ്മൾ മാക്സിമം വെച്ച് കൊടുക്കാറില്ല ടി വി, പക്ഷെ വെക്കുമ്പോൾ അവൾ അതാണ് കൂടുതലും വെക്കുന്നത്. അപ്പോൾ അവൾ അതിൽ നാസ്റ്റിയുടെ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വന്നു. പിന്നെ ഞാൻ സമാധാനിപ്പിക്കാൻ നാസ്റ്റിയെ വെച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ടി വിയിൽ വാടാ പയ്യ എന്നുള്ള പാട്ടിൻ്റെ ഇത് കണ്ടപ്പോൾ അവൾ പറഞ്ഞു അത് മതി. ഈ അടുത്തായിട്ട് അവൾക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിട്ട് കൊടുത്തു. അതിട്ട് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ABCD പഠിക്കാനുള്ളതും ഒക്കെ ഇട്ട് കൊടുത്തു. സോ അവളെ ഒരിടത്ത് ടി വി ഒക്കെ കാണിച്ചിരുത്തിയിട്ട് ഞാൻ എൻ്റെ ബാക്കി പണിയിലേക്ക് കടന്നു. ബൈ ദ വേ, ഈ വീഡിയോ എടുക്കുന്നത് അമ്മയാണ് കേട്ടോ എടുത്തു തരുന്നത്. എല്ലാ ചെയ്ത ജോലികളും ഒന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കുറേയൊക്കെ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ എല്ലായിടവും ക്ലീനാക്കി സെറ്റാക്കി, ഡൈനിങ് ഹാളും 2 ബെഡ്റൂമും കിച്ചണും എല്ലായിടവും സെറ്റാക്കി ഇട്ടു. പക്ഷേ ഇത് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ആയതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തില്ല, അല്ലെങ്കിൽ പിന്നെ ഇത് ക്ലീനിങ് വ്ളോഗായി പോകും. അതുകൊണ്ട് ചെയ്ത പണികളിൽ 1/4 ഭാഗം മാത്രമേ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. സോ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞ് വിളക്ക് എത്തിക്കാനൊക്കെ എല്ലാം സെറ്റാക്കി ഇട്ടു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ ഫുഡിന് പുട്ടും മീൻകറിയും വെച്ചു. അതും പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് സതീഷ് ചേട്ടൻ വന്നിട്ട് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് കയറി കിടന്നുറങ്ങി. അപ്പോൾ അത്ര ഉള്ള ഇന്നത്തെ ഒരു വീഡിയോ. ഒരു ക്യാഷ്വൽ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.